മദ്രസ അധ്യാപകൻ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് വിജയ് കാർഡിനെ പറ്റി നമ്മുടെ കമ്പനിയുടെ ഗ്രേറ്റ് ലീഡർ ലത്തീഫ് സാർ, കൽപ്പറ്റ ലത്തീഫ് സാർ മുഖേന ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ലീഡേഴ്സിനെ കിട്ടിയതാണ്. വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലീഡേഴ്സ് നമുക്ക് വേണ്ട, മുമ്പ് പറഞ്ഞ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഉപദേശങ്ങളും ദേഷ്യങ്ങളും എല്ലാം തന്നുകൊണ്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നതോടുകൂടെ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നു, എൻ്റെ മക്കൾ വർക്ക് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നത് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ തുടർന്നും അങ്ങോട്ട് എല്ലാവരും ഈ കൺസെപ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് നല്ല നിലക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നമായ 1 കോടി വാങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും പരിശ്രമിക്കും. വാക്കിൽ പറയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ആ സ്റ്റേജ് കിട്ടിയപ്പോൾ നല്ല ചെറിയൊരു ബറുണ്ട്. ബറാന്ന് പറഞ്ഞ സാധനം പോകുന്നില്ല, കിട്ടുമ്പോൾ എൻ്റെ കത്ത. അപ്പോൾ എൻ്റെ പേര് സക്കീർ, ഇരട്ടിയിലാണ്, പുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ വിട്ട് കളിയാണ്ട് മുറുകെ പിടിക്കുക അല്ലേ. തൊട്ടടുത്ത ആളുകൾ പറയുന്ന സമയത്ത് ഇത് വേണ്ടേ. ഞാൻ ഇന്ന് 2 ഗസ്റ്റിനെ വിളിച്ചിട്ട് വെച്ച്, അവരാരോ വെച്ച്, സത്യത്തിൽ വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വരാൻ മടിയ. വിളിക്കുക, കാലം കൈയിട്ട് പിടിച്ചിട്ട് ഒന്ന് വാടാ എന്ത് വീടിൽ നിന്ന് കൊല്ലുന്നുണ്ട് അല്ലേ. അവർ വിചാരിട്ട് 10 വെക്കുമ്പോൾ ഗതിരോട്ടേതാ. ഭയങ്കര സങ്കടം. ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് വരാണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മാറ്റം അറിയണമെങ്കിൽ 2 കൊല്ലം കഴിയട്ടെ, അത് മാറ്റി കാണിച്ചു കൊടുക്കാം അല്ലേ. 2 വർഷം കാത്തു നിന്നാൽ മതി. നിങ്ങൾ നോക്കിക്കോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ് അല്ലെ. നെഗറ്റീവ് പറയുന്ന ഒരു മേഖല അല്ലേ ഇപ്പോ. പക്ഷെ എന്താ പറയാ, കുറെ കമ്പനികൾ വന്നിട്ട് ചെയ്യാത്ത ഒരു കമ്പനിയിൽ ആളില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാം നെറ്റ്വർക്ക് ചെയ്ത ആളുകളാ. എൻ്റെ പൈസ പോയി ഇവിടെ പൈസ പോയ ആളുണ്ടാ അല്ലേ. വീട്ടിലേക്ക് പൈസ സാധനമുണ്ട്. എൻ്റെ വീട്ടിൽ എന്നും ഉണ്ട്. ഇപ്പൊ മച്ചിന്റെ മേലെ സാധനം ഉപയോഗിച്ചിട്ടില്ല. കാരണം പ്ലേറ്റാണ്, പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പെയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പെയിന്റ് ചുമരുമലുണ്ട് അല്ലേ. 24,600 കൊടുത്തിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ആ സാധനം ഇന്നും വീട്ടിൽ തന്നെ ഉണ്ട്. പെയിന്റ് വാങ്ങിച്ചു, പെയിന്റ് ചുമരുമലുണ്ട്, പാത്രം വാങ്ങിച്ചു, എൻ്റെ ബെഡ്ഷീറ്റ്, ടീഷർട്ട്. ഇതും എന്താ പറയാ, നേരത്തെ വരെ പറഞ്ഞില്ലേ ട്രഡീഷണൽ ബിസിനസ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ മേഖല കൊറോണ വന്നപ്പോൾ കൂട്ടി. ഇന്നിപ്പോൾ മേൽവാടക വാങ്ങുന്നുണ്ട്, കാരണം വേറെ നടത്താൻ കൊടുത്തു. അപ്പോൾ ട്രഡീഷണൽ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം അതിൻ്റെ പിന്നാമ്പുറം നടന്നു എന്നുള്ളതാണ്. ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവായി. പക്ഷെ ഇവിടെ ഒരു പൈസ പോലും ചിലവില്ലാതെ ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് 3.5 ലക്ഷം രൂപയോളം ഏൺ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആകെ കൊടുത്തത് 24,500. ഏകദേശം 6-7 മാസമായി മന്ത്ലി പെർഫോമൻസ് വാങ്ങുന്നത്. അത് അതിൻ്റെതായ KTL മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ. കൂടുതൽ ആൾ വന്നാൽ ഇടയ്ക്ക് കുറച്ചിട്ട് മതി പറയും. കാരണം കൂടുതൽ പോയിന്റ് വന്നിട്ട് വേഗം റാങ്കിലേക്ക് പോകണ്ട എന്നുള്ള ചിന്താഗതിയാണ്. നമുക്ക് ഫണ്ട് ജാസ്തി വേണം. അപ്പോൾ എന്താ പറയാ, ഫണ്ട് എത്രമാത്രം നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഫീൽഡിൽ നിന്ന് ഇറങ്ങി നിന്നാൽ മനസ്സിലാവുന്നുള്ളതാണ്. അപ്പോൾ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ നമ്മളെ ഗെയിം കിട്ടിയിട്ടുള്ളത്. അതുപോലെ പുതുതായിട്ട് വന്ന ആളുകൾ ഉണ്ടാവും, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക അല്ലേ. ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ എനിവേ ഇവിടെ പുതുതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അല്ലെ, സംശയം ഉണ്ടാകാതിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വർക്കിന് പോയ സമയത്ത് എന്നോട് പറഞ്ഞു 12,000 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഉള്ളിക്കേരി പറ്റി തിരിച്ചാ പൈസ ഇല്ല, ഇവിടെ നിന്ന് എത്താ പൈസ ഇറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി. 12,000 ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 1,000 രൂപ ഉള്ളൂ. പേടി അല്ലെ, സാധനം വാങ്ങാനല്ലേ പൈസ ആയിരുന്നു എന്ന വേറെ മുടക്കുന്ന ഇടാ. അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്യാതാ മതി അല്ലെ.
ഇതിന് അനാവശ്യമായ സാധനം വേണ്ട. തുടക്കത്തിൽ ഫിജിക്കാരുടെ തുടക്കത്തിൽ ഫുൾ വെൽനെസ് സാധനം മാത്രം ഉണ്ടായതാണ്. ആ വെൽനെസ് എടുത്തിട്ട് ഇന്ന് സ്വപ്ന മേഡം അല്ലെ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നതാണ്. 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മേഡം എന്താ പറയാ 50 ലക്ഷം കഴിഞ്ഞ 7ാം മാസം നമ്മളെ ഡയറക്റ്റ് കണ്ടതാണ്. എൻ്റെ വീട്ടിൽ പലതവണ വന്ന ആളാണ്. ഇപ്പം മേഡം പറയും ദുബായിലൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ നിന്നോ, ഞാൻ എൻ്റെ കൂടാ. ഇത് പറയാൻ നമുക്ക് ആരുണ്ടാവും അല്ലെ? എൻ്റെ ചുറ്റുവട്ടത്ത് എത്രയോ ആളുകളുണ്ട്. കോഴിക്കോടുള്ള ആള് എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നോട് പറയാ ഈ ദുബായിലും കാര്യമൊന്നും പോകണ്ട, ആത്മാർത്ഥമായിട്ട് ഫിജിക്കാർഡ് ചെയ്യുവാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ 50 ലക്ഷമായ ഞാനും എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് പറയാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ആരും തരില്ലല്ലേ. രക്ഷപ്പെട്ട ആളുകൾ നമ്മളോട് പറയാം നിങ്ങളുടെ കൂടെ നിൽക്കാൻ നമ്മളെന്ന ഒരു വ്യക്തി ലീഡർ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ കൈവിളിച്ച് ഉയർത്താൻ നിങ്ങളുടെ ലീഡർ ഉണ്ടാവും, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. അവർ വിശ്വസിക്കുക. എല്ലാവർക്കും അതിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.